ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എടുക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ എടുത്ത് പെട്ടെന്ന് ഇറങ്ങിക്കോ. നിന്നെ മുമ്പേ ഞാൻ വന്ന് തല കുനിച്ച് നിന്നപ്പോൾ നിനക്ക് എന്തായാലും മനസ്സുകൊണ്ടെങ്കിലും സന്തോഷമായെന്ന് എനിക്കറിയാം എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, അമ്മേനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് യാചിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അമ്മ ഒന്ന് ഫോണിൽ വിളിച്ചാൽ പോലും ഞാൻ വരുമായിരുന്നു എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നയന ദേവയാനി വന്ന് വിളിച്ചതിൻ്റെ സന്തോഷത്തിൽ പെട്ടെന്ന് എല്ലാം റെഡി ആവുകയാണ് കേട്ടോ. അതേസമയത്ത് ദേവയാനി അങ്ങ് ചെല്ലുമ്പോഴേക്കും ഗോവിന്ദനോടും നന്ദുവിനോടും പറയാം, കനക എവിടെ, എന്തായാലും വന്ന സ്ഥിതിക്ക് വന്ന കാരണം എന്താണെന്നും കൂടെ പറയണമല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും കനക പെട്ടെന്ന് ചായ ആയിട്ട് വരുവാണ്. അപ്പോഴേക്കും ദേവയാനി ഒരു ദേഷ്യമുള്ള രീതിയിൽ പറയാം, ഞാൻ ചായ ഒന്നും ചോദിച്ചില്ലോ, എന്തായാലും കൊണ്ടുവന്നല്ലേ കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് കുടിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ കനകയ്ക്ക് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി വന്ന കാര്യം പറയാം. എൻ്റെ മകനൊരു അസുഖക്കാരനാണെന്നറിയാമല്ലോ, ശ്വാസമുട്ടലുണ്ട്. ചെറുപ്പം തൊട്ടേ ഞാനായിരുന്നു അവൻ്റെ കൂടെ. അവന് ഉണ്ടായ പിന്നെ മറ്റൊരു കുഞ്ഞ് വേണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ ഞാൻ നോക്കിക്കൊണ്ട് നടക്കുന്നതാണ് എൻ്റെ കുഞ്ഞിനെ. അപ്പോൾ എനിക്ക് അവനാണ് ഈ ലോകത്ത് ഏറ്റവും വലുത്. അവനിപ്പോൾ അസുഖമുള്ളത് കൊണ്ട് കൂടെ ഒരാൾ വേണമെന്നുള്ളതിൽ കൂടുതൽ എൻ്റെ മകൻ്റെ ഉറക്കം കെടുത്തുന്നത് നിങ്ങളുടെ മകളാണല്ലോ. അതുമാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അവിടെ ഇല്ലാത്തത് അവിടെ എന്തോ വലിയ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് ഓർത്ത് ഞാൻ വന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ലാതെ കൂട്ടിക്കൊണ്ട് പോകണോ എന്നിങ്ങനെ ദേവയാനിയോട് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലേ വിടണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് നയനെ അങ്ങ് റെഡിയായിട്ട് വരുവാണ്. അപ്പം ഗോവിന്ദൻ നയനോട് ചോദിക്കുന്നുണ്ട്, മോള് പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അമ്മ ഒന്ന് വിളിച്ചാലേ അച്ഛാ ഞാൻ പൊക്കോളാം എന്ന് പറയും കേട്ടോ. അപ്പോഴും ദേവയാനി മനസ്സിലെ ദേഷ്യമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, താല്പര്യമില്ലാതെ ഞാൻ ആരെയും കൊണ്ടുപോകാനൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും കനക പറയുക, മോള് പോയിട്ട് വാ, ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ഒന്നും അറിയാത്തോലെ വയ്ക്കുക, അതിന് ഇവർക്ക് എന്ത് പറ്റി, അല്ല ഒന്നും പറ്റിയിട്ടല്ല, മൂക്ക് ചെറിയൊരു നടുവേദനയുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി മനസ്സിൽ ചിന്തിക്കുവാണ്, കുറച്ച് നാൾ എല്ലാവരും എന്നെ നിന്നെല്ലാം മറച്ചു പിടിച്ച് വട്ട് കളിപ്പിച്ചതല്ലേ, ഇനി ഞാനും കുറച്ച് നാളിട്ട് എല്ലാവരെയും തട്ടാം. എന്തായാലും ആട്ടെ, പെട്ടെന്ന് റെഡിയായല്ലോ, പോവാം എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നയന അമ്മയോടും അച്ഛൻ നന്ദുവിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങും കേട്ടോ. വണ്ടിയുടെ അവിടെ എത്തുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ഇനി ഞാൻ ആനയിച്ച് കയറ്റിയാലേ നീ കയറുള്ളൂ, കയറ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റും കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുക, മോളെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്, ആദർശേട്ടൻ്റെ അമ്മ ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കുമോ വന്നതെന്ന് ഇത്രയും നേരം പേടിച്ച് അച്ഛൻ ഇടുന്നില്ലേ, എന്നിട്ടിപ്പോൾ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഇങ്ങനെയാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ കനകയും പറയുക, നേരെ മോൾക്ക് കുഴപ്പമൊന്നും അവിടെ ഉണ്ടാവില്ല, മോൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ, സമാധാനമായിട്ടിരിക്കും ഗോവിന്ദേട്ടാ, ഒന്നുമില്ലെങ്കിലും ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഉള്ളതല്ലേ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അനി പറയാണ്, അനാമിക റെഡിയായില്ലേ, എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വേണു ഭയങ്കരമായിട്ട് പറയുകയാണ്, എൻ്റെ മോളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും ഉപദ്രവിക്കുന്നൊക്കെ ആരാന്ന് എനിക്കറിയാം, നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതും അതിന് പിന്നിൽ നിങ്ങളാന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേണു ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അശ്ശേ ഇതിപ്പോൾ ആ പെണ്ണിന് എന്ത് പറ്റിയാലും ഞങ്ങളാണോ കുറ്റക്കാർ. ആ സമയത്ത് അനാമിക പറയുകയാണ്, അത് നേരാ, അവളുടെ കയ്യിലിരിപ്പിന് അവൾക്ക് എവിടെന്നേലും കിട്ടിയിട്ടുണ്ടായിരിക്കും, ഇനി അത് നമ്മുടെ തലയിലോട്ട് ഇടാനുള്ള പരിപാടിയാണ്, വേണേ വന്ന് വണ്ടിയിൽ കയറ്, എനിക്കിവളെ തലയിലെടുത്ത് വെച്ച് നടക്കാനൊന്നും പറ്റില്ല, അനന്തപുരിയിലെ മരുമകളുടെ സ്ഥാനത്ത് നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവൾ നിന്നാൽ മതി എന്ന് പറയും കേട്ടോ. ഇതൊക്കെയൊക്കെ അനാമികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ രേവതി പറയുന്നുണ്ട്, പെട്ടെന്ന് പൊക്കോ, ഇനിയിപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിച്ച് കൂടുതൽ പ്രശ്നം വഷളാക്കണ്ട എന്ന് പറയും കേട്ടോ. അങ്ങനെ അനി കാറിൽ കയറുമ്പോഴേക്കും അനാമിക തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ കയറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നീ എവിടെ കയറിയാലും വണ്ടി മുമ്പോട്ട് തന്നെ പോകും. അപ്പോഴേക്കും രേവതി പയ്യെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിയുമ്പോൾ വേണു പറയുന്നുണ്ട്, ഇത് ഒരുപാട് പോകുമെന്ന് തോന്നുന്നില്ല, നിൻ്റെ മകളുടെ കയ്യിലിരിപ്പിന് ഇത് ഒരുപാട് അവൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല, അതിനു മുമ്പ് മേടിക്കാനുള്ളതൊക്കെ എങ്ങനെയും മേടിച്ചെടുത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അതേ സമയത്ത് ചളിച്ച വന്ന് ജാനകിയോട് പറയാം, ഈ ഇടത്തേക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്, പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് തന്നെ കറക്കം, ആ പെണ്ണിന് 50 ലക്ഷം കൊടുക്കാൻ വേണ്ടി പോയേക്കുമായിരിക്കും തേടി പിടിച്ച്, ആ 50 ലക്ഷം നമുക്ക് തന്നാൽ എന്താ കുഴപ്പം. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതിനിപ്പം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലോ, കുടുംബസ്വത്തൊന്നും അടുത്തല്ലോ കൊടുക്കുന്നത്, ഇടത്തി ഇവിടെ വന്നേ പിന്നെ ഇടത്തിൻ്റെ കുടുംബക്കാർ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ഇടത്തിൻ്റെ പേരിലിട്ടെ, അതുമാത്രമല്ല കമ്പനിയുടെ പ്രോഫിറ്റിൽ ആദർശും അവൻ്റെ അച്ഛനും ഉണ്ടാക്കുന്നതിലൊരു വിഹിതം എപ്പോഴും ഇടത്തിൻ്റെ പേരിലോട്ട് തന്നെയാണ് അവരിടാറ്. അപ്പോൾ പിന്നെ ഇടത്തിൻ്റെ കയ്യിൽ 10-15 കോടി എന്തായാലും ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇടത്തേക്ക് കോട്ടമൊന്നും വരില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ.
ആ സമയത്ത് അനാമികയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, മോളുണ്ടായാൽ മതിയായിരുന്നു കൂടെ എന്ന് പറയുമ്പോഴേക്കും ജലജ മനസ്സിൽ പറയും, അവൾ വന്നില്ല എനിക്ക് കോപ്പ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം കയറി വരും കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നേ, അല്ലെങ്കിൽ ഞാൻ വരുവല്ലായിരുന്നു. ഇവൻ്റെ സംസാരം കേട്ടാൽ കൂടെ വരാനേ തോന്നുവല്ലായിരുന്നു എന്ന് പറയുമ്പം ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്കിൽ നീ പോടി എന്ന് പറഞ്ഞിട്ട് അനാമിക കേൾക്കാൻ പാകത്തിന് പറയും കേട്ടോ. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, മോളുടെ സ്ഥാനം ഇവിടെ കൈ കിടക്കാൻ പലരും കാത്തിരിക്കുക, അപ്പോൾ മോള് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് ജാനകിയും പറയുന്നുണ്ട്, നേരാ ഇവൻ്റെ സ്വഭാവമൊക്കെ മാറിക്കോളും, മോളിങ്ങ് വാ എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനിയുടെ വണ്ടി അങ്ങ് വരും കേട്ടോ. കൂടെ ദേവയാനിയുടെ നയനയും കാണുമ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ടു പോവാണ്. എനിക്ക് മാത്രം സന്തോഷമാവുകയാണ് കേട്ടോ. കഴിയുമ്പം ദേവയാനി നമ്മുടെ നയനോട് പറയുന്നുണ്ട്, എന്താ നീ ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചാൽ കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. അകത്ത് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ജലജയും ജാനകിയൊക്കെ ചോദിക്കുകയാണ്, ഇവളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ പോയത്, ഇവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട എന്ത് കാര്യമായിരുന്നു ഉള്ളത് എന്ന് പറഞ്ഞ് തീരെ ഇഷ്ടപ്പെടാതെ സംസാരിക്കും കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് വയ്യാതെ ആയ പിന്നെ എനിക്ക് വേണ്ടി ഈ വീട്ടിലുള്ളവർ ഒരുപാട് സഹിക്കുന്നുണ്ട്, എന്നെ വിഷമിപ്പിക്കേണ്ടെന്നോർത്ത് ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് സ്വയം ആദർശ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അത് ചെയ്യുന്നത്. ആദർശിൻ്റെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എനിക്ക് എൻ്റെ മോനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവനൊരു അസുഖക്കാരനാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുമാത്രമാണോ അച്ഛനും അമ്മയ്ക്കും ഇവളില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാത്രം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ, അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമല്ലെങ്കിലും ഇതൊക്കെ സഹിച്ചേ മതിയാവുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ജാനകി പറയാം, എല്ലാം സഹിക്കാം, പക്ഷേ എൻ്റെ മരുമോൾക്ക് നേരെ ഇവളെന്തേലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ തനി സ്വഭാവം എല്ലാവരും കാണും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അതിന് ഞാൻ അനാമികനെ ഉപദ്രവിക്കാനൊന്നും ചെയ്തില്ല അല്ലേമേ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ നിൻ്റെ ചേച്ചിയും ചെയ്തോന്നതിനോട് പറയിപ്പിക്കരുത്. ആ സമയത്ത് പെട്ടെന്ന് ദേവയാനി അനാമിയോട് പറയാം, മോൾ ഇന്നാ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ആ സമയത്ത് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വരില്ല, മോൾക്ക് വിഷമമായോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അനി പറയുവാണ്, നിങ്ങളാരും കൂടുതൽ ഇതിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. വല്യമ്മയാണ് ഏടത്തിനെ കൂട്ടിക്കൊണ്ട് വന്നത്, ഈ വീട്ടിൽ മൂത്ത മരുമോളും ഏടത്തിയാണ്, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി നയനേടത്തി ഇവിടെ കാണും എന്നിങ്ങനെ പറയും കേട്ടോ. അത് അമ്മയാണെങ്കിൽ പോലും അതിനെ കൂടുതലൊന്നും മറുത്ത് പറയണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. ജാനകി ഒന്നും മിണ്ടുന്നില്ല. ഏറ്റവും മൂത്ത ആൾ ദേവയാനി ആയതുകൊണ്ട് ദേവയാനി എടുത്ത് തീരുമാനത്തെ എതിർക്കാൻ പറ്റാതെ എല്ലാവരും ഇങ്ങനെ സഹിച്ച് പിടിച്ചങ്ങ് നിൽക്കുക കേട്ടോ. എനിക്ക് മാത്രം സന്തോഷമാവുകയാണ്. അതേ സമയത്ത് നയനയ്ക്ക് സന്തോഷമാവുന്നുണ്ട്, എനിക്കും സന്തോഷമാവുന്നുണ്ട്. മനസ്സിൽ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമോൾ ഇവിടെ തന്നെ കാണും, അവളെ പുറത്താക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നോർത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.